നമസ്കാരം. എൻ്റെ പേര് അമ്പിളി. 8ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ മിടുക്കന്മാരെയും മിടുക്കികളെയും ലേൺ വിത്ത് അമ്പിളി എന്ന എൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൊച്ചു ദേവദാരു എന്ന അതിമനോഹരമായ ഒരു കഥയാണ്. കഥകൾ കേൾക്കാൻ നമുക്കെല്ലാവർക്കും ഏതു പ്രായത്തിലും ഇഷ്ടമുള്ളതാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ അവരുടെ അമ്മമാരും മുത്തശ്ശിമാരും എല്ലാം കഥകൾ പറഞ്ഞ് ഉറക്കാറുണ്ട്. കഥകൾ കേട്ട് കേട്ട് അവരങ്ങനെ ഉറങ്ങിപ്പോകും. നിങ്ങൾക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടമല്ലേ? കഥകൾ വായിക്കാൻ ഇഷ്ടമല്ലേ? കഥാചിത്രങ്ങൾ കാണാൻ ഇഷ്ടമല്ലേ? തീർച്ചയായിട്ടും കഥകൾ നമ്മുടെ ജീവിതത്തോട് ചേർന്നു നിൽക്കുന്നു. നമുക്ക് ഈ കഥ പഠിക്കുന്നതിന് മുൻപായിട്ട് ഇവിടെ ഒരു കാര്യം, 2 വാക്യങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിന്റെ ആശയം നമുക്കൊന്ന് നോക്കാം. കനിവിനുറവയാം ഭൂമിക്ക് കാവലായി നാം എന്നും ഉണ്ടാകണം. വെട്ടുവാനോങ്ങിടും കൈകളോടരുതെന്ന് ചൊല്ലുവാൻ ശീലിക്കണം. വളരെ അർത്ഥവത്തായ, നാം എന്നെന്നും ഓർത്തിരിക്കേണ്ട, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ വാക്കുകളിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത്. നാം നിവസിക്കുന്ന ഭൂമി നമ്മുടെ അമ്മയാണെന്ന് തന്നെ പറയാം. നമ്മുടെ നിലനിൽപ്പ് തന്നെ ഭൂമിയെ ആശ്രയിച്ചാണ്. ഭൂമിയില്ലെങ്കിൽ നമ്മളില്ല, ഈ ലോകത്തിൽ ഒന്നുമില്ല. അതുകൊണ്ട് ഭൂമിയുടെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. കനിവിന്റെ ഉറവയായ, കനിവ് ദയ, ഉറവ ഭൂമിയുടെ അടിയിൽ നിന്നും മണ്ണിലൂടെ ഒലിച്ചിറങ്ങുന്ന ജലം. ആ ഉറവയ്ക്ക് അവസാനമില്ല. അത് നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കനിവ് നിറഞ്ഞ, ആ കനിവാകുന്ന ഉറവയെ വഹിക്കുന്ന ആ ഭൂമിയെ നമ്മൾ എങ്ങനെ കാത്തുരക്ഷിക്കണം? കാവലായി നാം എന്നും നിൽക്കണം. ഒരാപത്തും വരാതെ കാവൽക്കാരായിട്ട്. കാവൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആപത്തുകളിൽ നിന്നും രക്ഷിക്കാനാണ് അങ്ങനെ നിൽക്കുന്നത്. ഇവിടെ നമ്മൾ ആർക്കാണ് കാവലായി നിൽക്കേണ്ടത്? ഭൂമിക്ക്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഭൂമിക്ക് കാവലായി നിൽക്കേണ്ടത് ആരാണ് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ എന്താണ് ഉത്തരം? തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മൾ മനുഷ്യർ നിൽക്കണം. എന്തിനാണ് അങ്ങനെ നിൽക്കാൻ പറയുന്നത്, കാവലായിട്ട് നിൽക്കാൻ പറയുന്നത്? അതിന് കാരണമുണ്ട്. നമ്മൾ നമ്മുടെ ഭൂമിയെ അല്ലെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ഇന്ന് മനുഷ്യൻ ഭൂമിയോട് ചെയ്യുന്നത് വളരെ ക്രൂരത നിറഞ്ഞ പ്രവൃത്തികളാണ്. അവന്റെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി, പണമുണ്ടാക്കാൻ വേണ്ടി ഭൂമിയെ ചൂഷണം ചെയ്യുന്നു. കാടുകളെല്ലാം വെട്ടിത്തെളിച്ച് അവൻ പണമുണ്ടാക്കുന്നു. കാടുകൾ ഇല്ലാതായാൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഇന്ന് പത്രത്തിലും ടെലിവിഷനിലും എല്ലാം നിരന്തരം കാണുന്ന ചില കാഴ്ചകൾ നിങ്ങളും കാണുന്നുണ്ട്. വനങ്ങളിൽ നിന്നും ആനകൾ നാട്ടിലിറങ്ങുന്നു. കടുവകൾ, പുലികൾ എന്നിവയെല്ലാം നാട്ടിലെത്തുന്നു. നാട്ടിലെത്തുന്ന ഈ ജീവികൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ മനുഷ്യരെ കൊല്ലുന്നു, നമ്മുടെ മാംസം കഴിക്കുന്നു. ആനകളാണെങ്കിൽ നമ്മളെയെല്ലാം ചവിട്ടിക്കൊല്ലുന്നു. എത്ര വാർത്തകൾ ആന ചവിട്ടിക്കൊന്നതായിട്ടും പുലി പിടിച്ചുകൊണ്ടുപോയതായിട്ടും ഒക്കെ നമ്മൾ കേൾക്കുന്നു. എന്തുകൊണ്ടാണ് ഈ മൃഗങ്ങളെല്ലാം ഇങ്ങനെ നാടുകളിലേക്ക് ഇറങ്ങി വരുന്നത്? പണ്ട് ഇത്തരം ഒരു കാഴ്ച ഉണ്ടായിരുന്നില്ല. അതിന് കാരണം കാടില്ലാതായത് തന്നെയാണ്. ആ മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ, താമസ വ്യവസ്ഥ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർക്ക് കാടില്ല താമസിക്കാൻ, ആഹാരത്തിന് മൃഗങ്ങളില്ല, കുടിക്കാൻ ജലമില്ല. അങ്ങനെ വരുമ്പോൾ അവർ അത് ലഭിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ വനങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുന്നത് കൊണ്ട് മറ്റു വലിയ തരത്തിലുള്ള ദോഷങ്ങൾ, ഉദാഹരണത്തിന് നമുക്ക്
ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കുന്നത് മരങ്ങളാണ്. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ ഈ മരങ്ങൾ വലിച്ചെടുക്കുന്നു, എന്നിട്ട് ഓക്സിജനെ പുറത്തേക്ക് വിടുന്നു. തൽഫലമായിട്ട് നമ്മുടെ കാലാവസ്ഥയിൽ ചൂട് കുറയുകയും ആവശ്യത്തിനനുസരിച്ച് മഴ പെയ്യുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. എന്നാൽ ഇന്ന് അതെല്ലാം ഇല്ലാതായിരിക്കുന്നു. ഓരോ വർഷം കഴിയുന്തോറും അന്തരീക്ഷത്തിന്റെ താപനില വർദ്ധിച്ചു വരികയാണ്. ചൂട് കൂടിക്കൂടി വരികയാണ്. ഇതിന്റെ എല്ലാം കാരണക്കാർ ആരാണ്? നമ്മൾ മനുഷ്യരാണ്. അതുപോലെ തന്നെ മണ്ണിടിച്ചിലുണ്ടാകുന്നു, ഉരുൾപൊട്ടലുണ്ടാകുന്നു, അതിഭയങ്കരമായ വെള്ളപ്പൊക്കമുണ്ടാകുന്നു. ഇങ്ങനെയുള്ള പ്രകൃതിക്ഷോഭങ്ങളെല്ലാം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഭൂമി നമുക്കായിട്ട് തരുന്നത്, ഭൂമിയോട് മനുഷ്യൻ ചെയ്യുന്ന ക്രൂരതയ്ക്ക് ശിക്ഷയായിട്ടാണ്. ഓരോ വർഷവും ഇങ്ങനെയുള്ള പ്രകൃതിക്ഷോഭങ്ങളിൽ എത്രയെത്ര മനുഷ്യ ജീവനുകളാണ് നഷ്ടപ്പെടുന്നത്. അതെ, നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ ഇരുന്നാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ദോഷങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കൂ. ചുരുക്കത്തിൽ, ഭൂമിയുണ്ടെങ്കിലേ നമ്മളുള്ളൂ. ഭൂമിയുടെ നിലനിൽപ്പാണ് നമ്മളുടെയും നിലനിൽപ്പ്. അതുകൊണ്ട് ഭൂമിയെ ചൂഷണം ചെയ്യാൻ വരുന്നവരെ നമ്മൾ ചെറുത്തു തോൽപ്പിക്കണം. മരം വെട്ടാൻ വരുന്നവരെ, മഴുവുമായിട്ട് വാളുമായിട്ട് വരുന്നവരെ നമ്മൾ ചെറുക്കണം, എതിർക്കണം. അപ്പോൾ എപ്പോഴും ഭൂമിയുടെ നന്മയ്ക്ക് വേണ്ടി, ഭൂമിയുടെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ എല്ലാവരും കാവൽക്കാരായിട്ട് നിൽക്കണം എന്നാണ് ഈ വരികളിലൂടെ നമ്മളെ ബോധിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്യുമല്ലോ? തീർച്ചയായും നിങ്ങൾ എല്ലാവരും മനസ്സിലൊരു പ്രതിജ്ഞ എടുക്കുക, ഞങ്ങൾ അങ്ങനെ ചെയ്യാം എന്ന്. എന്നാൽ നമുക്ക് നമ്മുടെ കൊച്ചു ദേവദാരുവിനെ കുറിച്ച് പഠിക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ക്ലാസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ക്ലാസ്സിനെ കുറിച്ച് ഏതൊരു വിധത്തിലുള്ള കമന്റുകളും നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. കൊച്ചു ദേവദാരു എന്ന അതിമനോഹരമായ ഈ കഥ എഴുതിയിരിക്കുന്നത് റഷ്യൻ കഥാകൃത്തായ സെർഗെയ് മിഹൽകോഫ് ആണ്. അദ്ദേഹം എഴുതിയ ശിശിരത്തിലെ ഓക്കുമരം എന്ന കഥാസമാഹാരത്തിലെ ഒരു കഥയാണ് നമുക്ക് പഠിക്കാനായി നൽകിയിട്ടുള്ള കൊച്ചു ദേവദാരു. അദ്ദേഹത്തിന്റെ ഈ ശിശിരത്തിലെ ഓക്കുമരം എന്ന കൃതിയിലെ എല്ലാ കഥകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്നറിയാമോ? മറ്റൊന്നുമല്ല, മരങ്ങളും ജീവികളും പ്രകൃതിയും ഇവയെല്ലാം ഈ കഥകളിൽ കഥാപാത്രങ്ങളായിട്ട് വരുന്നു. നമ്മുടെ കഥയിലും നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. ഈ കഥ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത് സി തങ്കം ആണ്. ആ വിവർത്തന ഭാഗമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഒരു കൊച്ചു ദേവദാരുവിന്റെ ജീവിത കഥ നമ്മൾ പഠിക്കുകയാണ്. ഈ കഥ ലളിതമായ ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. മികച്ച ആഖ്യാന രീതിയാണ് ഇതിലുള്ളത്. കൂടാതെ ഈ കഥയിൽ വാക്കുകൾ കൊണ്ടുള്ള അനേകം ചിത്രങ്ങൾ, വാഗ്മയ ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു സ്നേഹബന്ധമാണ് ഈ കഥയിലൂടെ നമുക്ക് ലഭ്യമാകുന്ന സന്ദേശം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കഥ ഒന്ന് വായിക്കാം. നിങ്ങൾ കഥ വായിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിവിടെ പറഞ്ഞല്ലോ, ലളിതമായ ഭാഷയാണ്, മികച്ച ആഖ്യാന ശൈലിയാണ്. നമുക്ക് വളരെ വേഗം വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധം രചനാ ശൈലി കാണപ്പെടുന്ന ഒരു കഥയുമാണ്. അങ്ങനെയാണെങ്കിൽ കഥയൊന്ന് വായിക്കാം. എല്ലാവരും ഒന്ന് കേട്ടിരിക്കൂ. ഇതാ, വനപാലകന്റെ വീടിനു മുമ്പിലുള്ള തുറന്ന പ്രദേശത്ത് ദേവദാരു വൃക്ഷത്തിന്റെ ഒരു കൊച്ചു തയ്യ് വളർന്നിരുന്നു. വനപാലകൻ, വനത്തിനെ കാത്തുരക്ഷിക്കുന്നവൻ. അങ്ങനെയുള്ള വനപാലകന്റെ ആ വീടിന്റെ മുമ്പിൽ ഒരു തുറന്ന പ്രദേശമുണ്ട്. അവിടെ ഒരു കൊച്ചു ദേവദാരു
അങ്ങനെ വളർന്നു വന്നു. ദേവദാരു നമ്മുടെ ഭാരതത്തിൽ ഹിമാലയ പ്രദേശങ്ങളിൽ ആണിത് പ്രധാനമായും കാണുന്നത്. ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, കാശ്മീർ ഇവിടങ്ങളിലൊക്കെ ഈ ദേവദാരു മരം വളരുന്നുണ്ട്. ഈ മരത്തിന്റെ ഇലകളും കാതലും എല്ലാം ഔഷധത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ നിന്നും നല്ല സുഗന്ധമുള്ള തൈലവും ഉണ്ടാക്കുന്നുണ്ട്. ചുരുക്കത്തിൽ വളരെ പ്രയോജനമുള്ള ഒരു വൃക്ഷം തന്നെയാണ് ദേവദാരു. ചിത്രം ഒന്ന് കാണാം നമുക്ക്. ദേവദാരു എന്ന ഈ മരത്തിനെ കുറിച്ച് മുമ്പ് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഒന്ന് ആലോചിച്ച് നോക്കൂ. മലയാളത്തിലൊരു സിനിമാ ഗാനമുണ്ട്. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ, നിതാന്തമാം തെളിമാനം പൂത്ത നിശീഥിനിയിൽ, ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? വളരെ അധികം പ്രശസ്തി ആർജിച്ച ഒരു ഗാനം തന്നെയാണ് ഇത്. എന്തായാലും ദേവദാരുവിനെ കുറിച്ച് നമ്മൾ കഥ പഠിക്കുമ്പോൾ ഒന്നിരിക്കട്ടെ ഒരു പാട്ടും, അല്ലേ? അതെ, നമ്മുടെ ദേവദാരു അങ്ങനെ വളരാൻ തുടങ്ങുകയാണ്. അടുത്തുള്ള കാട്ടിലെ വൻ പൈൻ മരങ്ങളും ദേവദാരു വൃക്ഷങ്ങളും അതിനെ വാത്സല്യത്തോടെ നോക്കിയിരുന്നു. കണ്ട, ഒരു കുഞ്ഞു ദേവദാരുവാണ്. പക്ഷേ നമ്മുടെ കുഞ്ഞു ദേവദാരു വളരുന്നത് വനത്തിലല്ല, കാട്ടിലല്ല. കാടിന് പുറത്ത് ഒരു തുറന്ന സ്ഥലത്താണ്. എന്നാൽ കാട് അധികം ദൂരെയുമല്ല. ആ കാട്ടിൽ വലിയ പൈൻമരങ്ങളുണ്ട്, ദേവദാരു വൃക്ഷങ്ങളുണ്ട്. അവരെല്ലാം ആ ദൂരെയുള്ള ഈ കുഞ്ഞു ദേവദാരു ചെടിയെ അങ്ങനെ നോക്കും. എങ്ങനെയാണ്? വാത്സല്യത്തോടെ. അമ്മമാർ മക്കളെ നോക്കുന്നത് വാത്സല്യത്തോടെയല്ലേ? അതേ വാത്സല്യത്തോടെ ആ വലിയ വൃക്ഷങ്ങൾ നമ്മുടെ കുഞ്ഞു ദേവദാരുവിനെ അങ്ങനെ നോക്കി നിന്നു. ഈ കൊച്ചു ദേവദാരുവിന് അത്ര അഴകുണ്ടായിരുന്നു. കണ്ടോ? അവർ നോക്കുന്നതിന് വേറൊരു കാരണവും ഉണ്ടായിരുന്നു. നല്ല അഴകുള്ള ഒരു കുഞ്ഞ് ദേവദാരുവായിരുന്നു അത്. അതിന്റെ പ്രായത്തിലുള്ള മറ്റു വൃക്ഷത്തൈകളെ പോലെ അതും അങ്ങനെ വളർന്നു. വേനലിലെ മഴയിൽ കുളിച്ചും, ഹേമന്തത്തിലെ മഞ്ഞുകൊണ്ട് പുതച്ചും, വസന്തത്തിലെ ഊഷ്മളമായ സൂര്യവെളിച്ചത്തിൽ അത് വെയിൽ കാഞ്ഞിരുന്നു. ആരാണ് അത്? നമ്മുടെ കുഞ്ഞു ദേവദാരു. വേനലിൽ ഇടയ്ക്ക് മഴ പെയ്യും, ആ മഴയിൽ കുളിക്കും. ഹേമന്തം, തണുപ്പുകാലം, ആ ഹേമന്തത്തിലെ മഞ്ഞിൽ അത് പുതച്ചു നിൽക്കും. മഞ്ഞ് വരുമ്പോൾ നമ്മൾ പുതപ്പൊക്കെ പുതച്ചല്ലേ അങ്ങനെ നിൽക്കുക. അങ്ങനെ പുതച്ചും വസന്തത്തിലെ ഊഷ്മളം ചൂടുള്ള ആ ചൂടുള്ള സൂര്യവെളിച്ചത്തിൽ അത് വെയിലും കാഞ്ഞിരുന്നു. അപ്പോൾ കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മുടെ കൊച്ചു ദേവദാരു വളർന്നു വന്നുകൊണ്ടിരുന്നു. കൊടുങ്കാറ്റും ഇടിമിന്നലും വരുമ്പോൾ അത് വിറയ്ക്കുകയും ചെയ്തിരുന്നു. കണ്ടോ? വലിയ കൊടുങ്കാറ്റ്, അതുപോലെ ഇടിമിന്നൽ, അതൊക്കെ വരുമ്പോൾ നമ്മുടെ പാവം കുഞ്ഞു ദേവദാരു പേടിച്ച് വിറച്ചിരുന്നു. ഇവിടെയെല്ലാം നമ്മളും ആ ദേവദാരുവിനൊപ്പമല്ലേ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. വേനൽക്കാലത്ത് ഇടയ്ക്ക് മഴ പെയ്യുമ്പോൾ ആ മഴയിൽ കുളിക്കാൻ നമുക്ക് തോന്നാറുണ്ട്. നല്ല തണുപ്പ് കാലം വരുമ്പോൾ പുതച്ചു മൂടിയിരിക്കാൻ നമുക്ക് തോന്നാറുണ്ട്. അതുപോലെ വസന്തത്തിൽ നമ്മൾ സൂര്യവെളിച്ചത്തിൽ ആ ഇളം വെയിലൊക്കെ കൊണ്ടിരിക്കാറുണ്ട്. ഇതിനിടയിൽ മഴ പെയ്യുമ്പോൾ ഇടിവെട്ടുകയും ഇടിമിന്നലുണ്ടാവുകയും കൊടുങ്കാറ്റുണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളും പേടിക്കും. അതെ, ഇതെല്ലാം നമ്മുടെ കുഞ്ഞു ദേവദാരുവും അനുഭവിക്കുന്നു. അതിനു ചുറ്റും കാട്ടിലെ ജീവിതം അവിരാമം തുടർന്നുകൊണ്ടേയിരുന്നു. നമ്മുടെ ദേവദാരുവിന് ചുറ്റും ആ കാട്ടിലെ ജീവിതം അവിരാമം തുടർച്ചയായിട്ട് അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. എലികൾ അതിന്റെ ചുവട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചു. അതുപോലെ പലതരത്തിലുള്ള ഷഡ്പദങ്ങൾ അതിന്റെ അരികിൽ ജീവിച്ചു വന്നു. ഷഡ്പദങ്ങൾ ചെറിയ പ്രാണികൾ പോലെയുള്ള ജീവികൾ അത് ഈ ദേവദാരുവിന്റെ അടുത്ത് ജീവിച്ചിരുന്നു.
വെയിലുള്ളപ്പോൾ ഭംഗിയുള്ള ചിത്രശലഭങ്ങൾ അതിൻ്റെ ചില്ലകൾക്കിടയിൽ പാറിക്കളിച്ചു. നല്ല വെയിലുള്ളപ്പോൾ ഭംഗിയുള്ള ചിത്രശലഭങ്ങളെ കാണാൻ നല്ല ഭംഗിയല്ലേ, അതിങ്ങനെ ആ കുഞ്ഞു ദേവദാരുവിന്റെ ചുറ്റും കളിച്ചു നടന്നു. രാവിലെയും വൈകുന്നേരവും പക്ഷികൾ അതിനെ ചുറ്റിപ്പറന്നു. രാവിലെയും കണ്ടോ, അപ്പോൾ ആ നമ്മുടെ ദേവദാരു ഒറ്റയ്ക്കല്ല കേട്ടോ. അതിങ്ങനെ വളർന്നു വരുമ്പോൾ ദേവദാരുവിന് ആരൊക്കെയാണ് കൂട്ടായിട്ട് അവിടെ വന്നിരുന്നത്? അവിടെ എലികൾ അതിന്റെ ചുവട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചു. ഷഡ്പദങ്ങൾ അതിന്റെ അരികിൽ ജീവിച്ചു. വെയിലുള്ളപ്പോൾ ഭംഗിയുള്ള ചിത്രശലഭങ്ങൾ ചില്ലകൾക്കിടയിൽ പാറിക്കളിച്ചു. പിന്നെ രാവിലെയും വൈകുന്നേരവും പക്ഷികൾ അതിനു ചുറ്റും പറന്നു. നമ്മുടെ കുഞ്ഞു ദേവദാരു അതെല്ലാം കണ്ട് സന്തോഷിച്ചിരുന്നു. അതിനതെല്ലാം വലിയ ഇഷ്ടമായിരുന്നു. കണ്ടോ, തൻ്റെ അടുത്ത് ആരൊക്കെയാണ് വരുന്നത്? എലികൾ, ഷഡ്പദങ്ങൾ, ചിത്രശലഭങ്ങൾ, പക്ഷികൾ. പക്ഷേ അതിനെല്ലാം ഉപരിയായിട്ട് ഇതാ ഒരു ദിവസം നമ്മുടെ ദേവദാരു ഒരു അത്ഭുത കാഴ്ച കണ്ടു. എന്തായിരുന്നു ആ അത്ഭുത കാഴ്ച എന്ന് നോക്കാം. ഇതാ, ഒരു ദിവസം കൊച്ചു ദേവദാരു ശരിക്കും ജീവനുള്ള ഒരു മുയലിനെ കണ്ടു. അതുവരെ കണ്ടിട്ടില്ല. അതാ ജീവനുള്ള ഒരു മുയൽ കാണുക മാത്രമല്ല ചെയ്തത്, അതുമായിട്ട് പരിചയപ്പെടുകയും ചെയ്തു. ആ ദേവദാരുവിന്റെ അടുത്തെത്തിയ മുയൽ അതിനെ കണ്ടിട്ട് മിണ്ടാതെ നിന്നില്ല, പരിചയപ്പെട്ടു. നമ്മുടെ കൊച്ചു ദേവദാരു ഇങ്ങനെ ചോദിച്ചിരിക്കാം, നീ ആരാണ്? നിന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാണ്, നിന്റെ ചാട്ടം കാണാൻ എന്തൊരു രസമാണ്. ഇത് കേട്ട മുയൽ പറഞ്ഞിരിക്കാം, എന്റെ പേര് മുയൽ എന്നാണ്. ഞാൻ അപ്പുറത്തുള്ള കാട്ടിലാണ് താമസിക്കുന്നത്. നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടപ്പോൾ നിന്നെ കാണാനായിട്ട് ഞാൻ വന്നതാണ്. ഇങ്ങനെയെല്ലാം അവർ പരസ്പരം പരിചയപ്പെട്ട് സംസാരിച്ചിരിക്കാം. എന്തായാലും ആ തുറന്ന പ്രദേശത്ത് ഒറ്റയ്ക്കാണ് ദേവദാരു വളർന്നതെങ്കിലും അതിനൊരിക്കലും ഏകാന്തത അനുഭവപ്പെട്ടില്ല. കണ്ടോ, ആ തുറന്ന സ്ഥലത്ത് നമ്മുടെ ദേവദാരു മാത്രമേ മരമായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മുടെ ദേവദാരുവിന് ഒരിക്കലും ഏകാന്തത, ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടില്ല. അതിന്റെ കാരണം നമ്മളിപ്പോൾ മനസ്സിലാക്കിയല്ലോ. അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഒരു ദിവസം എവിടെ നിന്നോ ഒരു മാക്പൈ പറന്നു വന്ന് ആ കൊച്ചു മരത്തിന്റെ ചില്ലയിൽ ഇരുന്ന് മുന്നോട്ടും പിന്നോട്ടും ആടാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു പക്ഷി, ആ പക്ഷിയുടെ പേരാണ് മാക്പൈ, അത് പറന്നു വന്നിട്ട് നമ്മുടെ കൊച്ചു ദേവദാരുവിന്റെ ആ ചില്ലയിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടാൻ തുടങ്ങി. എന്താണ് ഈ മാക്പൈ പക്ഷിയുടെ പ്രത്യേകത? നമുക്കൊന്ന് കാണണ്ടേ മാക്പൈ പക്ഷിയെ? ഒന്ന് കണ്ടാലോ? കണ്ടില്ലേ, അതിന്റെ നിറം നോക്കൂ, കറുപ്പും വെളുപ്പും ഒക്കെ കലർന്ന ഒരു പക്ഷി, ഒരു ചെറിയ പക്ഷി. പക്ഷേ ഈ മാക്പൈ പക്ഷിക്ക് ചില പ്രത്യേകതകളുണ്ട്. എന്താണെന്നറിയാമോ? ഇത് കൊർവിഡേ കുടുംബത്തിലെ ഒരു പക്ഷിയാണ്. അതുമാത്രമല്ല, അതിന്റെ പ്രത്യേകത ലോകത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള ജീവികളിൽ ഒന്നാണ് ഈ പക്ഷി. അപ്പോൾ നല്ല ബുദ്ധിയുള്ള ഒരു പക്ഷി തന്നെയാണ് നമ്മുടെ മാക്പൈ. അത് നമ്മുടെ സംസാരം അനുകരിക്കും, മനുഷ്യരുടെ സംസാരം അനുകരിക്കും. പിന്നെ സങ്കടഭാവങ്ങളൊക്കെ പ്രകടിപ്പിക്കും, കളികളിലൊക്കെ ഏർപ്പെടും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ബുദ്ധിയുള്ള ഒരു പക്ഷിയാണ്, പലതരം അനുകരണങ്ങൾ നടത്തുന്നുണ്ട്. ഇനി ഇത് എവിടെയാണ് കാണപ്പെടുന്നത് എന്നറിയാമോ? ഇത് യൂറോപ്പ്, ഏഷ്യ, വടക്കേ അമേരിക്ക, ഈ ഭൂഖണ്ഡങ്ങളിൽ ഈ മാക്പൈ പക്ഷിയെ കാണാൻ സാധിക്കും. എന്തായാലും നമ്മുടെ കൊച്ചു ദേവദാരുവിന്റെ ആ ചില്ലകളിൽ വന്നിരുന്ന് ഈ അതിബുദ്ധിമാനായ മാക്പൈ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുകയാണ്. എന്നിട്ട് കൊച്ചു ദേവദാരു വിനയത്തോടെ മാക്പൈയോട് പറഞ്ഞു. കണ്ടോ, എങ്ങനെയാ പറയുന്നത്? വിനയത്തോടെ, താഴ്മയോടെ. ദയവായി എന്റെ ചില്ലകളിൽ ഇരുന്ന് ആടരുത്, അത് ഒടിഞ്ഞു പോകും. മാക്പൈ മര്യാദയില്ലാതെ മറുപടി പറഞ്ഞു. അല്ലെങ്കിലും ഈ ചില്ലകൾ കൊണ്ട് നിനക്ക് എന്തു പ്രയോജനം? എന്തായാലും പുതുവർഷം വരുമ്പോൾ ആരെങ്കിലും നിന്റെ തലപ്പ് മുഴുവൻ വെട്ടിക്കൊണ്ടു പോകും.
തീർച്ച. ഓ, മാക്പേ ഒരു അഹങ്കാരി തന്നെയാണ്, ഒരു മര്യാദയില്ലാത്തവനാണ്. നമ്മുടെ പാവം കൊച്ചു ദേവദാരുവിനോട് പറയുന്നത് കേൾക്കൂ. നിന്റെ ചിലകൾ കൊണ്ട് നിനക്ക് ഒരു പ്രയോജനവുമില്ല. പുതുവർഷം വരുമ്പോൾ ഇതൊക്കെ ആരെങ്കിലും വന്ന് വെട്ടിക്കൊണ്ടുപോകും, അത് ഉറപ്പാണ്. ഇത് കേട്ട് കൊച്ചു ദേവദാരു പറഞ്ഞു, എന്റെ തലപ്പ് ആരെങ്കിലും വെട്ടിക്കൊണ്ടുപോകും. എന്തിനു വേണ്ടി? തലപ്പ് എന്ന് പറഞ്ഞാൽ ചില്ലകൾ, മുകളിലുള്ള മരത്തിന്റെ ഏറ്റവും മുകളിലുള്ള ചില്ലകൾ. അത് എന്തിനു വേണ്ടി വെട്ടിക്കൊണ്ടുപോകുന്നു? ദേവദാരു മൃദുസ്വരത്തിൽ ചോദിച്ചു. നിന്നെ ഇഷ്ടപ്പെട്ട ആരെങ്കിലും, മാക്പേ പറഞ്ഞു. നിനക്ക് അറിഞ്ഞുകൂടെ, പുതുവർഷം വരുമ്പോൾ ആളുകൾ കാട്ടിൽ വരും നിന്നെ പോലെയുള്ള മരങ്ങൾ വെട്ടിക്കൊണ്ടുപോകാൻ. നീയാണെങ്കിൽ എല്ലാവർക്കും കാണത്തക്ക തുറന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. മാക്പേ പറയുകയാണ്, നിനക്കറിയില്ലേ, പുതുവർഷം വരുമ്പോൾ നിന്നെ പോലെയുള്ള മരങ്ങൾ വെട്ടാൻ ആളുകൾ ഇവിടെ എത്തും. തീർച്ചയായിട്ടും നിന്നെ കാണും. കാരണം നീ മറ്റു മരങ്ങളുടെ ഇടയിലല്ല നിൽക്കുന്നത്, ഒറ്റയ്ക്ക് തുറസായ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് നിന്നെ തീർച്ചയായിട്ടും നിന്റെ തലപ്പുകളും ചില്ലകളും എല്ലാം വെട്ടിക്കൊണ്ടുപോകും. നമ്മൾ ആദ്യമേ പഠിച്ചല്ലോ, നമ്മുടെ കൊച്ചു ദേവദാരു നല്ല അഴകുള്ളവളാണെന്ന്, കാണാൻ നല്ല ഭംഗിയുള്ളവളാണെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മരങ്ങൾ വെട്ടാൻ വരുന്ന ആളുകൾ നമ്മുടെ കൊച്ചു ദേവദാരുവിനെ വെട്ടും എന്ന് തന്നെയാണ് ഇവിടെ ഉറപ്പാക്കേണ്ടത്. ഇത് കേട്ടിട്ട് കൊച്ചു ദേവദാരു പറഞ്ഞു, ഞാനിവിടെ കുറേ വർഷങ്ങളായി പാർക്കുന്നു, ഇതുവരെ എന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ലല്ലോ. ആ കൊച്ചുമരം തർക്കിക്കാൻ ഒരു വിഫല ശ്രമം നടത്തി. ഞാൻ വളരെ വർഷങ്ങളായി ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്, പക്ഷെ എന്നെ ആരും ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ല. ശരി, നോക്കിക്കോളൂ, ഈ വർഷം ആളുകൾ തീർച്ചയായും നിന്റെ തലപ്പ് വെട്ടിക്കൊണ്ടുപോകും. ദയവില്ലാതെ ഇത്രയും പറഞ്ഞിട്ട് മാക്പേ അതിന്റെ പാട്ടിന് പറന്നുപോയി. എന്തായാലും മാക്പേ ഒരു ക്രൂരൻ തന്നെ അല്ലേ? ഇത്തവണ ഉറപ്പായിട്ട് നിന്റെ തലപ്പ് വെട്ടും എന്ന് തന്നെ പറഞ്ഞിട്ട് ആ പക്ഷി പറന്നുപോയി. ഓ, ഇനി എന്തായിരിക്കും നമ്മുടെ കൊച്ചു ദേവദാരുവിന്റെ അവസ്ഥ? ദയനീയമായ അവസ്ഥയാണ് അല്ലേ? നോക്കൂ, വേനലിലും ശരത്കാലത്തും കൊച്ചു ദേവദാരു പേടിയോടെയാണ് ജീവിച്ചത്. മഞ്ഞ് വീഴാൻ തുടങ്ങിയപ്പോൾ അതിനൊട്ടും സമാധാനമില്ലാതെയായി. കാട്ടിലേക്ക് ഓടിപ്പോയി മറ്റു വലിയ മരങ്ങൾക്കിടയിൽ ഒളിക്കാൻ അതിന് കഴിയില്ലല്ലോ. ശ്രദ്ധിക്കൂ, നമ്മുടെ മാക്പേ പറഞ്ഞ ആ കാലം ഇതാ എത്താറായി. മഞ്ഞ് വീഴാൻ തുടങ്ങി. പുതുവർഷം തുടങ്ങുമ്പോഴേക്കും ആ മഞ്ഞ് വീഴ്ച ആരംഭിക്കുമല്ലോ. നമ്മുടെ കുഞ്ഞു ദേവദാരു പേടിച്ചിരിക്കുകയാണ്. അതിന് ഓടിപ്പോയാൽ കൊള്ളാമെന്നുണ്ട്. മറ്റു മരങ്ങളുടെ ഇടയിൽ ഒളിച്ചിരുന്നാൽ ഒരുപക്ഷെ മരങ്ങൾ വെട്ടാൻ വരുന്നവർ തന്നെ കാണുകയില്ല. പക്ഷേ മരങ്ങൾക്ക് അനങ്ങാൻ സാധിക്കുമോ? ഓടാൻ സാധിക്കുമോ? ഇല്ല. അങ്ങനെ ഡിസംബർ മാസത്തിൽ കനത്ത മഞ്ഞു പെയ്തു. വലിയ മരങ്ങളുടെ ശാഖകൾ പോലും മഞ്ഞു വീണ് ഖനം കൊണ്ട് കീഴോട്ട് ചാഞ്ഞു കിടന്നു. മഞ്ഞു വീഴാൻ തുടങ്ങി. മഞ്ഞിങ്ങനെ വീണ് മരങ്ങളിലെല്ലാം അതിങ്ങനെ കിടന്നിട്ട് അതിന്റെ ഭാരം കാരണം അതെല്ലാം ഇങ്ങനെ ചാഞ്ഞു കിടക്കാൻ തുടങ്ങി. നമ്മുടെ കൊച്ചു ദേവദാരുവിന്റെയും അറ്റം വരെ മഞ്ഞിനാൽ മൂടപ്പെട്ടു. മഞ്ഞുകൊണ്ട് ആകെ മൂടി കിടക്കുകയാണ്. ഇപ്പോൾ ആർക്കും അതിനെ കാണാൻ സാധിക്കുകയില്ല. മഞ്ഞു മൂടിയ ഒരു മരം. അത് നന്നായി. ആ കൊച്ചുമരം ആശ്വസിച്ചു. ഏത് നന്നായി? അങ്ങനെ മഞ്ഞു മുഴുവൻ, തന്റെ ശരീരം മുഴുവൻ മൂടിയത് തന്നെ ഇനി ആർക്കും കാണാൻ സാധിക്കുകയില്ലല്ലോ. അതിനാൽ അത് നന്നായി എന്നത് ആശ്വസിച്ചു. മഞ്ഞുകൊണ്ട് മൂടിയതിനാൽ ആരും ഇനി എന്നെ കാണുകയില്ലല്ലോ. പിന്നെ വർഷത്തിന്റെ അവസാന ദിവസം ഡിസംബർ 31, നാളെയാണ്, അന്ന് രാത്രിയാണ് പുതുവർഷം തുടങ്ങുക. ഡിസംബർ 31-ാം തീയതിയും അങ്ങനെ വന്നു ചേർന്നു. ഇന്നത്തെ ദിവസം കൂടി എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി, രക്ഷപ്പെട്ടു. ആ ഡിസംബർ 31 അതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ പിന്നെ ആരും എന്റെ തലപ്പ് വെട്ടാൻ വരികയില്ലല്ലോ. അതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി, എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. ദേവദാരു ഈ വിധം ചിന്തിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അതിന്റെ അടുത്തേക്ക് വന്നു. അതാ വരുന്നു ഒരാൾ. ഡിസംബർ 31. എന്നിട്ട് അതിന്റെ മുകൾ ഭാഗം പിടിച്ച് ശക്തിയായി കുലുക്കി. മഞ്ഞുപാളികൾ അതിന്റെ ചില്ലകളിൽ നിന്നും താഴെ വീണു.
കണ്ടോ, നമ്മുടെ കൊച്ചു ദേവദാരു പേടിച്ചത് അല്ലെങ്കിൽ മാക്പൈ പറഞ്ഞിട്ട് പോയത് ഇവിടെ സംഭവിക്കാൻ പോവുകയാണ്. ഒരു മനുഷ്യൻ വന്ന് നമ്മുടെ മഞ്ഞു മൂടി കിടക്കുന്ന കൊച്ചു ദേവദാരുവിനെ കുലുക്കിയപ്പോൾ അതിന്റെ മഞ്ഞെല്ലാം പൊഴിഞ്ഞ് താഴെ വീണു. എന്നിട്ട് ദേവദാരു അതിന്റെ പച്ചച്ച ചില്ലകളെല്ലാം വിടർത്തി ഒരു കൊച്ചു സുന്ദരിയെ പോലെ അങ്ങനെ നിന്നു. മഞ്ഞെല്ലാം പൊഴിഞ്ഞ് താഴെ പോയപ്പോൾ നമ്മുടെ കൊച്ചു ദേവദാരു അതിന്റെ അഴക് ഭംഗി മുഴുവൻ പുറമേ കാണിച്ച് ഒരു കൊച്ചു സുന്ദരിയെ പോലെ അങ്ങനെ നിന്നു. ഇത് കണ്ടിട്ട് ആ വന്ന മനുഷ്യൻ പറഞ്ഞു, നിന്നെ ഞാൻ തെരഞ്ഞെടുത്തത് നന്നായി. കണ്ടോ, നിന്നെയാണ് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്, അത് ഏറ്റവും നന്നായി. കാരണം നമ്മുടെ ദേവദാരു അതിസുന്ദരിയാണ് എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ തൃപ്തിയോടെ ചിരിച്ചു. അയാൾക്ക് നമ്മുടെ കൊച്ചു ദേവദാരുവിനെ ഇഷ്ടമായി. നിന്നെ ഞാൻ തെരഞ്ഞെടുത്തത് എന്തായാലും നന്നായി. വലിയ കഷ്ടം തന്നെ അല്ലേ? നമ്മുടെ കൊച്ചു ദേവദാരുവിനെ ഇതാ അതിന്റെ തലപ്പുകളൊക്കെ വെട്ടാൻ പോവുകയാണോ? നമുക്ക് നോക്കാം. ഈ വന്ന മനുഷ്യന്റെ വാക്കുകൾ കേട്ടിട്ട് നമ്മുടെ കൊച്ചു ദേവദാരുവിന് എന്താണ് സംഭവിച്ചത്? അവൾ പ്രതീക്ഷിച്ചത് ഇതാ സംഭവിക്കാൻ പോകുന്നു. മാക്പൈ പറഞ്ഞത് ഇതാ നേരാകാൻ പോകുന്നു. ആ കാര്യം ഓർത്തിട്ട് നമ്മുടെ കൊച്ചു ദേവദാരു ബോധരഹിതയായി, ബോധം മറഞ്ഞുപോയി. അങ്ങനെ ഇതെല്ലാം കേട്ട് കൊച്ചു ദേവദാരുവിന് ബോധം നഷ്ടപ്പെട്ടതൊന്നും ആ വന്ന ആൾ ശ്രദ്ധിച്ചില്ല. അങ്ങനെ കുറേ സമയം കഴിഞ്ഞു. ബോധം തെളിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ആ കൊച്ചു മരത്തിന് മനസ്സിലായില്ല. കുറെ കഴിഞ്ഞപ്പോൾ ബോധം വന്നു. പക്ഷെ തനിക്ക് എന്ത് സംഭവിച്ചു എന്നതിന് ആദ്യം മനസ്സിലായില്ല. പക്ഷേ എന്താശ്ചര്യം, അതപ്പോഴും അവിടെ ജീവനോടെ നിന്നിരുന്നു. അതാണ് അത്ഭുതം. ആ മനുഷ്യൻ നമ്മുടെ കൊച്ചു ദേവദാരുവിനെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞെങ്കിലും അതിനെ വെട്ടുകയാണോ ചെയ്തത്? അതിന്റെ തലപ്പുകളൊക്കെ മുറിച്ചു മാറ്റുകയാണോ ചെയ്തത്? അല്ല. നമ്മുടെ കൊച്ചു ദേവദാരു വിചാരിച്ചത് തന്നെ വെട്ടിയെടുക്കാൻ വന്നതാണ് എന്നാണ്. അതോർത്തിട്ടാണ് ബോധം പോയത്. പക്ഷെ ബോധം വന്നപ്പോഴും ഇതാ ആ കൊച്ചു ദേവദാരു, ആ സുന്ദരമായ മരം അവിടെ ജീവനോടെ അങ്ങനെ ഉയർന്നു നിൽക്കുന്നു. അതിന്റെ ചില്ലകളിൽ പക്ഷേ എന്തൊക്കെ കാണാം? ഇതാ പല നിറത്തിലുള്ള രസക്കുടുക്കകൾ അനവധി തൂക്കിയിരുന്നു. കുടുക്കുകൾ ഭംഗിയുള്ള പല നിറത്തിലുള്ളത് അതങ്ങനെ തൂക്കിയിട്ടിരുന്നു. അതിന്റെ അടി മുതൽ എന്താണെന്ന്, അറ്റം വരെ ചില്ലകളിലെല്ലാം വെള്ള നിറത്തിലുള്ള നൂലുകൾ ചുറ്റിയിരുന്നു. അടി മുതൽ മുകളിലെ ചില്ല വരെ നല്ല വെളുത്ത നിറത്തിലുള്ള നൂലുകൾ ഇങ്ങനെ ചുറ്റി ഭംഗിയോടെ വച്ചിരുന്നു. മാത്രമല്ല അതിന്റെ അറ്റത്ത് ഏറ്റവും തുമ്പില് സ്വർണ്ണ നിറത്തിലുള്ള ഒരു വലിയ നക്ഷത്രം കൊണ്ട് അലങ്കരിച്ചിരുന്നു. എന്തൊരു ഭംഗിയായിരിക്കും അല്ലേ അത്! ഏറ്റവും തുമ്പിലായിട്ട് സ്വർണ്ണ നിറമുള്ള ഒരു വലിയ നക്ഷത്രത്തെ കൊണ്ട് അലങ്കരിച്ചിരുന്നു. ആ പാഠപുസ്തകത്തിലെ ചിത്രം ഒന്ന് നോക്കൂ. ആ ചിത്രത്തിൽ നമ്മുടെ കൊച്ചു ദേവദാരുവിന്റെ ആ അതിമനോഹരമായ ചിത്രം നമുക്ക് കാണാം. കണ്ടോ? നോക്കിയോ എല്ലാവരും? എങ്ങനെയുണ്ട്? നല്ല ഭംഗി അല്ലേ? അതെ. അടുത്ത ദിവസം പുതുവർഷം ആരംഭിക്കുന്ന രാവിലെ 2 കുട്ടികൾ, ഒരു സഹോദരനും സഹോദരിയും വനപാലകന്റെ വീട്ടിൽ നിന്ന് പുറത്തു വന്നു. അപ്പൊ നമ്മുടെ വനപാലകന്റെ വീടിന്റെ മുൻപിലുള്ള തുറന്ന സ്ഥലത്തല്ലേ നമ്മുടെ കുഞ്ഞു ദേവദാരു നിൽക്കുന്നത്. അപ്പൊ ദേവദാരുവിനെ വെട്ടിയില്ല എന്ന് മാത്രമല്ല, അതിനെ നല്ല ഭംഗിയിൽ അലങ്കരിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ പുതുവർഷമായി ജനുവരി 1. ഇതാ ആ വനപാലകന്റെ മക്കൾ, ഒരാൺകുട്ടിയും പെൺകുട്ടിയും, അവരിങ്ങനെ പുറത്തേക്ക് വരികയാണ്. എവിടേക്കാ വരുന്നത്? നമ്മുടെ കുഞ്ഞു ദേവദാരുവിന്റെ അടുത്തേക്ക്. എന്നിട്ട് അവർ മഞ്ഞിൽ തെന്നി നടക്കുന്നതിനുള്ള സ്കീ എന്ന ചെരുപ്പ് കാലിൽ ധരിച്ച് ദേവദാരുവിന്റെ അടുത്തേക്ക് ഓടി വന്നു. വനപാലകനും അവരെ അനുഗമിച്ചു. അയാൾ അവരുടെ അടുത്തെത്തിയപ്പോൾ ആ ആൺകുട്ടി പറഞ്ഞു, പപ്പ, ഈ കൊച്ചു ദേവദാരു മരത്തെ മുറിക്കാതെ നമ്മൾ അതിനെ പുതുവർഷ മരമായി അലങ്കരിച്ചത് എത്ര നന്നായി! നല്ല ആശയം തന്നെ ഇത്. കണ്ടോ? ആ മരത്തെ അവർ മുറിച്ചിട്ടല്ല അലങ്കരിച്ചത്. എല്ലാവരും ചെയ്യുന്നത് കാട്ടിൽ വന്ന് ഇതുപോലെയുള്ള മരങ്ങൾ വെട്ടി കൊണ്ടുപോയി വീടിന്റെ മുറ്റത്ത് അലങ്കരിക്കും. പക്ഷെ ഇവിടെ വനപാലകനും അയാളുടെ മക്കളും ഈ മരത്തെ മുറിക്കാതെ തന്നെ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ
അലങ്കരിച്ചിരിക്കുന്നു. അതാണ് പറയുന്നത്, നമ്മൾ ഈ കൊച്ചു ദേവദാരു മരത്തെ മുറിക്കാതെ അതിനെ പുതുവർഷ മരമായിട്ട് അലങ്കരിച്ചത് എത്ര നന്നായി. നല്ല ആശയം തന്നെ ഇത്. എത്ര മനോഹരമായ ഒരു കൊച്ചു മരമാണിത്. അങ്ങനെ എല്ലാ വർഷവും നമുക്ക് ഈ മരത്തിനെ അലങ്കരിക്കാം. കണ്ടോ അവരുടെ തീരുമാനം, എത്ര നല്ല തീരുമാനം. ഈ വർഷം മാത്രമല്ല, ഇനി വരുന്ന എല്ലാ വർഷങ്ങളിലും നമുക്ക് ഈ മരത്തിനെ ഇതുപോലെ ഇവിടെ തന്നെ നിർത്തിക്കൊണ്ട് അലങ്കരിക്കാം. ഓ, നമ്മുടെ കൊച്ചു ദേവദാരുവിന് അങ്ങനെ ആപത്തൊന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, അതിന് സവിശേഷമായ ചില അലങ്കാരങ്ങളും ലഭിച്ചു. ഇത് എന്തുകൊണ്ടാണ്? ആ വനപാലകന്റെയും അദ്ദേഹത്തിന്റെ മക്കളുടെയും നല്ല മനസ്സുകൊണ്ടാണ്. കണ്ടോ, ആ മരങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യർ. ഇത് സംഭവിച്ചത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. ദയാശീലനും മരങ്ങളെ അത്യധികം സ്നേഹിച്ചിരുന്നവനുമായ ആ വനപാലകൻ മരിച്ചിട്ട് എത്രയോ വർഷങ്ങളായി. നമ്മളിപ്പോൾ പഠിച്ച ആ കഥാഭാഗം കുറെ വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണ്. ആ വനപാലകൻ ഇതാ മരിച്ചു പോയിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ ചെറിയ മക്കൾ അവരിപ്പോൾ വളർന്നു വലുതായിട്ടുണ്ടാവും. ഇതിലെല്ലാം ഉപരി നമ്മുടെ കൊച്ചു ദേവദാരു ഇപ്പൊ കൊച്ചു ദേവദാരു ആയിരിക്കുമോ? അല്ല, അല്ലെ? വളർന്നു വലുതായി വലിയ ദേവദാരു ആയിട്ടുണ്ടാവും. അയാളുടെ മക്കൾ വലുതായി പട്ടണത്തിലേക്ക് താമസം മാറ്റിയിരുന്നു. പക്ഷേ പുതിയ വനപാലകന്റെ വീടിന്റെ മുമ്പിലുള്ള തുറന്ന പ്രദേശത്ത് പൊക്കം കൂടിയ മെലിഞ്ഞ സുന്ദരിയായ ദേവദാരു മരം നിന്നിരുന്നു. കാലങ്ങൾ കടന്നുപോയി. നമ്മുടെ പഴയ വനപാലകൻ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മക്കൾ ഇപ്പോൾ പട്ടണത്തിലേക്ക് താമസം മാറ്റി. ഇവിടെ പുതിയ വനപാലകനും എത്തിയിട്ടുണ്ട്. അപ്പോഴും നമ്മുടെ ദേവദാരു ആ തുറന്ന പ്രദേശത്ത് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. എങ്ങനെ? പൊക്കം കൂടിയിട്ടുണ്ട്, വണ്ണമില്ല, മെലിഞ്ഞിട്ട് സുന്ദരിയായ ആ ദേവദാരു അവിടെ അങ്ങനെ നിന്നിരുന്നു. ഓരോ പുതുവർഷത്തിന്റെ തലേ ദിവസം വരുമ്പോഴും ആ മരം തന്റെ കുട്ടിക്കാലത്തെ പറ്റി ഓർക്കുമായിരുന്നു. തന്റെ കുട്ടിക്കാലം ഏകാന്തതയാണെങ്കിലും അങ്ങനെ ഏകാന്തത തോന്നിയിരുന്നില്ല. അവിടെ പക്ഷികളും ചിത്രശലഭങ്ങളും ഷഡ്പദങ്ങളും ഒക്കെ വരുമായിരുന്നു. എലികൾ ഓടിക്കളിക്കുമായിരുന്നു. മുയലുകൾ വരുമായിരുന്നു. അങ്ങനെയൊക്കെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ആ കുട്ടിക്കാലത്ത് ആ വനപാലകനും അദ്ദേഹത്തിന്റെ മക്കളും പുതുവർഷ മരമായിട്ട് അലങ്കരിച്ചിരുന്ന കാര്യവും എല്ലാം നമ്മുടെ ഈ വളർന്നു വലുതായ സുന്ദരിയായ ദേവദാരു ഓർക്കുമായിരുന്നു. നല്ല കഥ അല്ലേ? അതെ, ഇവിടെ പ്രകൃതി, മനുഷ്യൻ, അവർ തമ്മിലുള്ള ഒരു പരസ്പര സ്നേഹബന്ധമാണ് കാണുന്നത്. പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കണം, പ്രത്യേകിച്ച് മരങ്ങളെ. മരങ്ങൾ നമ്മുടെ ജീവന്റെ നിലനിൽപ്പ് തന്നെയാണ്. നമ്മൾ ആദ്യമേ പഠിച്ചല്ലോ, വൃക്ഷങ്ങളില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന്. അതുകൊണ്ട് മരങ്ങൾ ഒരു വരം തന്നെയാണെന്ന് നമ്മൾ കരുതണം. അതേ, വരം തന്നെയാണ്. 10 മക്കൾക്ക് തുല്യമാണ് ഒരു വൃക്ഷം എന്ന് ഒരു ചൊല്ലു തന്നെയുണ്ട്. അതുപോലെ, അതായത് 10 മക്കൾ തരുന്ന ആ ഒരു സേവനത്തെക്കാൾ വലിയ സൗഭാഗ്യങ്ങളാണ് ഒരു വൃക്ഷം നൽകുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാം വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കാതെ നമ്മളാൽ ആവുന്ന വിധം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് പരിസ്ഥിതിയെ മനോഹരമാക്കുക, നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ ജീവിതത്തിന് അനുയോജ്യമാക്കി തീർക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ അതിമനോഹരമായ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഥ ഇഷ്ടമായോ? അപ്പോൾ നമുക്കിതിലെ നോട്ട്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.